ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി രുചിയിലുള്ള ഒരു ബീഫ് ഉലർത്തിൻ്റെ റെസിപ്പിയാണ്. ഒത്തിരി ഡ്രൈ ആവാതെ ഒരുപാട് ചാറൊന്നും ഇല്ലാതെ ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള കറിയാണിത്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു കറിയാണ്. നമ്മൾ ചില കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയില്ലേ, ഒരുപാട് ചാറൊന്നും ഇല്ലാത്ത, അത് തന്നെയാണിത്. ഇതിന് വേണ്ടി ഞാൻ ഏകദേശം 3/4 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ ഇറച്ചി ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നന്നായിട്ട് ചതച്ചതും ഒരു 13 കഷ്ണം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഇറച്ചി വേവിക്കുമ്പോഴത്തേക്കും എല്ലാ മസാലയും വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ബാക്കി നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറഞ്ഞാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇടാമല്ലോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇറച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് വരും. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇറച്ചി കുക്കറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓരോ കുക്കറിൻ്റെയും കണക്ക് പോലെ ഇരിക്കും. ഇവിടെ ഏകദേശം 15 വിസിൽ വേണം ഈ കുക്കറിന്. ഇവിടെ ഇപ്പം ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ അടുപ്പ് മുഴുവൻ ഇറച്ചിയുടെ നെയ്യായിട്ടുണ്ട്. ഒരു ചട്ടിയിൽ ഏകദേശം 5 ടേബിൾ സ്പൂണോളം എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 6 സവോള കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം കിട്ടും നമ്മുടെ കറിക്ക്. വേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് സവോള നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും ഒരു 12 കഷ്ണത്തോളം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങയുടെ കൊത്തുകൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. മൂടി വയ്ക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നത് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ഒരു കുത്തൽ പോകുന്നത് വരെ ഇളക്കിയെടുക്കാം. 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ ചുവയൊന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പൊടികളും സവോളയും നന്നായിട്ടൊന്ന് വഴന്ന് മിക്സായിട്ട് വരണം. കരിഞ്ഞു പോവാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ സവാള മിക്സ് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് ഇറച്ചി എടുത്തത്, അതുകൊണ്ടാണ് ഈ നെയ്യെല്ലാം കട്ടയായി കാണുന്നത്. ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കട്ട പിടിച്ച നെയ്യെല്ലാം നന്നായിട്ട് ഉരുകി വരും. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറച്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇറച്ചിയുടെ വെള്ളം മാറ്റി വെച്ചിരിക്കുവാണ്. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇറച്ചി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇറച്ചി വേവിച്ച കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുഴുവൻ വെള്ളവും ഒഴിക്കരുത്. നമ്മുടെ കറിക്ക് ഒരുപാട് ഗ്രേവി ഇല്ലാത്ത കറി ആയതുകൊണ്ട് തന്നെ ഇറച്ചിയും വെള്ളവും സമസമം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അതായത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇറച്ചിയുടെ മുകളിൽ വരരുത്, തുല്യമായിട്ട് നിൽക്കണം. കറി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇവിടെ ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ല രീതിയിൽ വെള്ളം വറ്റി ഒരു കുഴമ്പ് പരുവത്തിലാകുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം.
നമ്മളിതിലേക്ക് നേരത്തെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തത്. പക്ഷേ കുറച്ചുകൂടി വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, പച്ചച്ചുവയൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ ഇപ്പം ഏകദേശം ഒരു 3/4 പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് നല്ലൊരു മണവും രുചിയും കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് ചാറ് വറ്റിച്ചെടുക്കാം. ഇതാണ് നല്ല പരുവം. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു പരുവത്തിലാവും. ഒത്തിരി ഡ്രൈ ആവുന്നത് വരെ നമ്മൾ അടുപ്പിൽ വയ്ക്കേണ്ട കാര്യമില്ല, ഈ സമയത്ത് ഓഫ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കറക്റ്റ് പരുവത്തിലായിരിക്കും. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.